മഴ കുറഞ്ഞ് ചാലക്കുടി പുഴയിൽ വെള്ളം താഴ്ന്നതോടെ തുരുത്തുകളിലും പാറപ്പുറത്തും മുതലകളും ചീങ്കണ്ണികളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ചതുപ്പൻ മുതലകൾ എന്ന് പ്രാദേശികമായി വിളിക്കുന്ന മുതലകളെയാണ് കൂടുതലായി കാണുന്നത്. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് താഴെ മുതൽ തുമ്പൂർ മൂഴി വരെയുള്ള ഭാഗങ്ങളിലെ കയങ്ങളിലാണ് ചീങ്കണ്ണികളെയും മുതലകളെയും കൂടുതലായി കാണുന്നത്. കണ്ണൻകുഴി, വെറ്റിലപ്പാറ, തുമ്പൂർമൂഴി, പത്തയ്യാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ പുഴയിൽ സ്ഥിരമായി ചീങ്കണ്ണികളെയും മുതലകളെയും കാണുന്നുണ്ട്. കൊന്നക്കുഴിയിലെ വിരിപ്പാറയിലും ഈയിടെ ചീങ്കണ്ണികൾ പ്രത്യക്ഷപ്പെട്ടു. പ്രളയത്തിൽ ഒഴുകി വന്നവയാണ് പിന്നീട് മുട്ടയിട്ട് പെരുകി അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോൾ സ്ഥിരവാസക്കാരായതെന്നാണ് നിഗമനം. ചാലക്കുടി പുഴയിലെ മത്സ്യക്കലവറയാണ് ഇവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുകൂല ഘടകം. സാധാരണയായി പുഴയിലെ ആഴങ്ങളിൽ കഴിയുന്ന ഇവ ഉച്ചയോടെ വെയിലേറ്റ് പാറപ്പുറത്തും പുഴയോരത്തും കിടക്കും. സന്ധ്യ മയങ്ങിയാൽ ആഴങ്ങളിലേക്ക് മറയുകയും ചെയ്യും. ആളനക്കമില്ലാത്ത സ്ഥലങ്ങളിൽ ഇവ മണലിൽ കയറി മുട്ടയിടാറുണ്ട്. മത്സ്യങ്ങളെയും ചെറുജീവികളെയും ഭക്ഷിക്കുന്ന ഇത്തരം മുതലകൾ ആളനക്കം കേട്ടാൽ വെള്ളത്തിനടിയിലേക്ക് മറയുകയാണ് പതിവ്. പുഴയിലും തുരുത്തുകളിലുമായി ഇവയെ സ്ഥിരമായി കാണുന്നത് വംശവർദ്ധനവ് മൂലമല്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. പുഴയിൽ വിവിധയിനം മുതലകളുടെയും ചീങ്കണ്ണികളുടെയും സാന്നിധ്യമുണ്ടെങ്കിലും ഇതുവരെയും ആർക്കും ഉപദ്രവമുണ്ടായിട്ടില്ല. എന്നിരുന്നാലും അതിരപ്പള്ളിയിൽ വരുന്ന വിനോദസഞ്ചാരികളടക്കമുള്ളവർ ചാലക്കുടി പുഴയിൽ ഇറങ്ങാൻ പാടില്ലാത്ത ഭാഗങ്ങളിൽ ഇറങ്ങി അപകടം വിളിച്ചു വരുത്താതെ ജാഗ്രത പാലിക്കണമെന്ന അറിയിപ്പുമുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ.